Welcome to School of English Varkala. He is the second episode of Subhas Grammar School. കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് മനസ്സിലായി കാണുമെന്നുള്ള വിശ്വാസം. നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ത്, ഏത്, അതിലെ ആദ്യത്തെ പാർട്ട് നമ്മൾ കണ്ടായിരുന്നു നൗൺ. ആ നൗണിനെ നമ്മൾ അതിൻ്റെ ഒരു നിർവചനം കേട്ടു. പിന്നെ അതിൻ്റെ ഒരു ചെറിയ ക്ലാസിഫിക്കേഷൻ എന്ന നിലയിൽ പേഴ്സൺസ്, പ്ലേസ്, തിങ്സ് ആൻഡ് സോ ഓൺ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പോയി. അതിന് എക്സാമ്പിൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്, അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ കുട്ടികൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനിരിക്കുമ്പോഴേക്ക് റൈറ്റിംഗ് മെറ്റീരിയൽസുമായിട്ട് വേണം ഇരിക്കേണ്ടത്. കാരണം റൈറ്റിംഗ് മെറ്റീരിയൽസുമായിട്ട് എന്നിട്ട് ഒന്നുകിൽ ഈ എപ്പിസോഡ് തീരുമ്പോൾ, അല്ലെങ്കിൽ എപ്പിസോഡിനൊപ്പം വേണം തീർന്നു കഴിഞ്ഞിട്ട് വീണ്ടും റീവൈൻഡ് ചെയ്യാമല്ലോ. അങ്ങനെ റീവൈൻഡ് ചെയ്ത് ഇത് വീണ്ടും കേൾക്കുകയും ഇതിനകത്ത് ഞാൻ തന്നിരിക്കുന്ന നോട്ട്സ് എല്ലാം കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. അത് വൃത്തിയായി എഴുതിയെടുത്ത് സൂക്ഷിക്കണം. ഒരു ദിവസത്തേക്കല്ല, ഒരുപാട് വർഷത്തേക്ക് സൂക്ഷിക്കണം. കാരണം നിങ്ങൾക്ക് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വേണം, കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വേണം. പിന്നെ നിങ്ങൾക്കൊരു ജോലി, സർക്കാർ ജോലിയൊക്കെ തേടാനായിട്ട് പോകുമ്പോൾ അവിടെ എന്തുണ്ട്? ടെസ്റ്റുണ്ട്. ആ ടെസ്റ്റ് ഇപ്പോൾ റിട്ടൺ ടെസ്റ്റ്, ആ ടെസ്റ്റിന് ചെല്ലുമ്പോഴേക്ക് അവിടെ ഒരു 20 മാർക്ക് ഗ്രാമർ, ഇംഗ്ലീഷ് ഗ്രാമർ. അപ്പോൾ ഒരു ജോലി നേടാനും വേണം. ഇനി ഇതൊക്കെ അറിയാമെങ്കിൽ മാത്രമേ ഏതെങ്കിലും, ചിലപ്പോൾ ഈ റിട്ടൺ ടെസ്റ്റ് മാത്രമല്ല, ഒരു ഇൻ്റർവ്യൂ കാണും. ആ ഇൻ്റർവ്യൂ നമുക്ക് കറക്റ്റായിട്ട് സംസാരിക്കണമെങ്കിൽ, അതിന് ആൻസർ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടിയിരിക്കുന്നു? വീനേന് ഗ്രാമർ അല്ലേ? ഗ്രാമർ അറിയാമെങ്കിലും അത് only if we know grammar can we execute our work properly അല്ലേ? we can answer the questions properly. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ കുട്ടികൾ റൈറ്റിംഗ് മെറ്റീരിയൽസുമായിട്ട് ഇരുന്ന് വേണം ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ സ്വാർത്ഥരാകരുത്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഇതിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. അവരും കാണട്ടെ. നമ്മുടെ കേരളീയരായ കുട്ടികൾ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും, കാരണം കൂടുതലും മലയാളത്തിൽ ഞാൻ പറയുന്നത് കൊണ്ടാണ് ഞാൻ കേരളീയരെന്ന് ഉദ്ദേശിച്ചത്, ഏത് ഭാഗത്തിരിക്കുന്നെങ്കിലും എല്ലാവരും പഠിക്കട്ടെ. താല്പര്യമുള്ളവരെല്ലാവരും പഠിച്ച് ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് മനസ്സിലാക്കിയെടുക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാം എപ്പിസോഡിലേക്ക് പോകാം. ഇന്ന് നമ്മൾ വീണ്ടും നൗണിന് കയറാൻ പോവുകയാണ്. നൗണിന് ഇന്ന് നമ്മൾ വീണ്ടും കയറാൻ പോവുകയാണ്. ഞാനും നിങ്ങളും കൂടെയൊക്കെ കയറാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊള്ളുക. എന്തൊക്കെയാണ് കയ്യിൽ വേണ്ടുന്നതൊക്കെ എടുത്തുകൊള്ളുക. നമ്മൾ പോകുന്നു ഇതിനെ കയറുന്നതിന് വേണ്ടിയിട്ട്. എല്ലാ നൗൺസിനെയും, ഇംഗ്ലീഷ് ഭാഷയിലുള്ള എല്ലാ ഓൾ ദി നൗൺസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് കം അണ്ടർ 2 കാറ്റഗറീസ്. എന്താ പറഞ്ഞത്? ഇംഗ്ലീഷ് ഭാഷയിലുള്ള മൊത്തം നൗൺസും 2 വിഭാഗത്തിൽപ്പെടുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട എഴുതിയൊക്കെ വെച്ചില്ലേ ആ നൗൺസ്, അതും അതുപോലുള്ള നൗൺസും നമുക്ക് ഈ 2 പെട്ടികളിൽ ഏതിലെങ്കിലുമൊക്കെ ഇടാൻ പറ്റും. നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് 8 പെട്ടിയിലിട്ടു. അതുപോലെ നൗൺസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 പെട്ടിയിലിടാൻ വരും. ആദ്യത്തെ പെട്ടിയിൽ ഇടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലേക്ക് നമ്മൾ നോക്കാം. അപ്പോൾ 2 പേരുകളുണ്ട് ഈ ക്ലാസിഫിക്കേഷന്. ആ പേരിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളോരോന്ന് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് കണ്ണ് തന്നിട്ടുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്, കാതുകൾ തന്നിട്ടുണ്ട് കേൾക്കുന്നതിന്, അതുപോലെ മൂക്ക് തന്നിട്ടുണ്ടല്ലേ മണത്തറിയുന്നതിന്, ഒരൊന്നിൻ്റെ മണം അറിയുന്നതിന്. അപ്പം മണത്തിലൂടെ നമ്മളൊന്നിനെ തിരിച്ചറിയും, രുചിയിലൂടെ നമ്മളൊന്നിനെ തിരിച്ചറിയും, സ്പർശനത്തിലൂടെ നമ്മളൊന്നിനെ തിരിച്ചറിയും. ശരിയല്ലേ? സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ വി ഐഡൻറ്റിഫൈ തിങ്സ്. അങ്ങനെയല്ലേ നമ്മൾ ഓരോന്നിനെ തിരിച്ചറിയുന്നത്? അങ്ങനെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് എന്താ? ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെയാണ് നമ്മൾ ഇതിനെയൊക്കെ തിരിച്ചറിയുക. ഇന്ദ്രിയങ്ങൾ, അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കും സെൻസ് ഓർഗൻസ്. അപ്പോൾ സെൻസ് ഓർഗൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് വസ്തുക്കൾ ഈ ലോകത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കണ്ട് തിരിച്ചറിയുന്നതും കേട്ട് തിരിച്ചറിയുന്നതും സ്പർശിച്ച് തിരിച്ചറിയുക അങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ ഇങ്ങനെ പറയുന്നു, നാമങ്ങൾ നമ്മുടെ സെൻസ് ഓർഗൻസിൻ്റെ സഹായത്തോടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ അത്തരം നൗൺസിന് നമുക്ക് പേര് കൊടുക്കാം കോൺക്രീറ്റ് നൗൺസ്. നൗൺസ് ദാറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസ് ഓർഗൻസ്. ഒന്നുകൂടെ കേൾക്കുന്നു. നൗൺസ് ദാറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് with the help of our sense organs.
are called concrete nouns. അപ്പോൾ ഒരു നിർവചന രൂപത്തിൽ ഇതിൽ ഈ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് ഇന്ന് നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ട നൗൺ. അതിനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ ഒന്ന് കോൺക്രീറ്റ് നൗൺ, എന്നിട്ട് അതിന് നമ്മൾ നിർവചനം കൊടുക്കുകയാണ്. എന്ത്? എ നൗൺ ദാറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസ് ഓർഗൻ. എനി വൺ ഓഫ് ദ സെൻസ് ഓർഗൻസ്, ഓർ വി ക്യാൻ സേ മോർ ദാൻ വൺ സെൻസ് ഓർഗൻ. ചിലപ്പോൾ ഒരു സെൻസ് ഓർഗൻ്റെ സഹായത്തോടെ, ചിലപ്പോൾ ഒന്നിലേറെ സെൻസ് ഓർഗൻസിൻ്റെ സഹായത്തോടെ നമ്മൾ തിരിച്ചറിയുന്നത് അത്തരം നൗൺസ്, അതിനെ നമ്മൾ വിളിക്കും കോൺക്രീറ്റ് നൗൺസ്. എല്ലാവർക്കും കിട്ടിയെന്നുള്ള വിശ്വാസം. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഒന്നുകൂടെ കേൾക്കുന്ന നൗൺസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ടു, ഓർ ഓൾ ദ നൗൺസ് ഇൻ ഇംഗ്ലീഷ് കം അണ്ടർ ടു കാറ്റഗറീസ്. വൺ, കോൺക്രീറ്റ് നൗൺസ്. ഏതാ കോൺക്രീറ്റ് നൗൺ എന്ന് ചോദിച്ചാൽ, അതിനൊരു ഡെഫിനിഷൻ ചോദിച്ചാൽ, ക്യാൻ യു ഡിഫൈൻ കോൺക്രീറ്റ് നൗൺ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാം. എന്ത്? എ നൗൺ ദാറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്, എ നൗൺ ദാറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസ് ഓർഗൻ. അപ്പോൾ നമ്മൾ സിംഗിളറായിട്ട് പറഞ്ഞു. ഇനി അത് വേണമെങ്കിൽ അതിനെ പ്ലൂറലായിട്ട് ഇങ്ങനെ എടുക്കാം. നൗൺസ് ദാറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസ് ഓർഗൻസ് ആർ കോൾഡ് പാർട്സ് ഓഫ് കോൺക്രീറ്റ് നൗൺ. കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു ഓർമ്മയിൽ സ്ലിപ്പ്. നമുക്കിനി അതിന് കുറേ എക്സാമ്പിൾസ് കാണണ്ടേ കോൺക്രീറ്റ്. ഇപ്പോൾ പെൻ, പെൻസിൽ, ടേബിൾ, നിങ്ങളുടെ ഡെസ്ക്, ബെഞ്ച്, വിത്ത് ടെലിവിഷൻ സെറ്റ്, റേഡിയോ ഉണ്ടെങ്കിൽ അത്, കമ്പ്യൂട്ടർ, ഡോർ, വിൻഡോ, കർട്ടൻ, ഇതൊക്കെ നമുക്ക് കാണാം. ഫ്രൂട്ട്, ഒരു ആപ്പിൾ എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ബസ് കാർ എന്ന് പറഞ്ഞു, ഇതൊക്കെ നമുക്ക് കാണാം. വേണമെങ്കിൽ നമുക്കത് തൊടാം. ശരിയല്ലേ? ചിലതൊക്കെ നമുക്ക് മണത്തറിയാൻ പറ്റും. സച്ച് നൗൺസ്, അതിനാണ് എന്ത് വിളിക്കുന്നത്? കോൺക്രീറ്റ് നൗൺസ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കോൺക്രീറ്റ് നൗൺസ് നിങ്ങളുടെ ചുറ്റും, വീട്ടിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ അവിടെ പ്ലാന്റ്സ് ഉണ്ട് ഇല്ലേ? ആ പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതിന് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ബ്രാഞ്ച്, ലീഫുണ്ട്, കോമ്പൗണ്ട് വോൾ, അപ്പോൾ വോളുണ്ട്, വെല്ലുണ്ട് അല്ലേ? വെൽ. ഇനി അവിടെ ഡ്രെയിനേജ് വെച്ച് സംവിധാനം വെച്ചിട്ടുണ്ട്. ഓട, അഴുക്ക് ജലമൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ. ഇനി ഗാർഡനിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൊച്ചു ചെറുതും വലുതുമായിട്ടുള്ള സ്പെയ്ഡ്, മൺവെട്ടി തുടങ്ങിയത്, ഇതൊക്കെ എന്താ? നമുക്ക് കാണാൻ കഴിയും, നമുക്ക് തൊടാൻ കഴിയുന്നത് അല്ലേ? മമ്മൂട്ടി നമ്മൾ തൊടാതെയാണ് ഇരിക്കുന്നത്. യെസ്. അപ്പോൾ ഇത്തരം നൗൺസ് നമുക്ക് എന്തെന്ന് വിളിക്കാം? കോൺക്രീറ്റ് നൗൺസ്. കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ചെറിയ നൗൺസ് എടുക്കാം. കേൾക്കുന്നു. കൊച്ചുകുട്ടികളാണെങ്കിലും കൂടുതൽ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നത് തന്നെയാണ്. എല്ലാവർക്കും നമുക്ക് പഠിക്കാനുള്ളൊരു താല്പര്യമുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും നമുക്ക് പഠിക്കാം. അതിന് കുറേ ഉദാഹരണങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ പറയാം. ആദ്യത്തെ ഒരു എക്സാമ്പിൾ കിടക്കുകയാണ്. നമ്മൾ കുരുത്തക്കേട് കാണിച്ചാലേ അച്ഛനും അമ്മയും ചിലപ്പോൾ ഓടിച്ചിട്ട് പിടിച്ച് എന്തുകൊണ്ടടിക്കും? കമ്പെടുത്തുണ്ടെന്ന് അടിക്കും. ചിലപ്പോൾ ചില വീടുകളിൽ കൊച്ചു ചൂരലൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അടിക്കും. കെയിൻ, കെയിൻ, ചൂരൽ. നിങ്ങൾക്ക് പരിചയമുള്ള സാധനമാണ്, അതുകൊണ്ട് ഞാനത് ഇതിനകത്ത് ആദ്യത്തേതായിട്ട് ഉൾപ്പെടുത്തി. കെയിൻ. അടുത്തത്, വീട്ടിൽ സമയമൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ക്ലോക്ക്. നമുക്ക് കാണാൻ കഴിയില്ലേ? നമുക്കതിൽ തൊടാനും കഴിയും. കൂടെ നമുക്കതിൻ്റെ ടൈം ചിലപ്പോൾ സെറ്റ് ചെയ്യേണ്ടി വരുന്ന കേസുണ്ട്, ചിലപ്പോൾ അതിൻ്റെ ബാറ്ററി മാറേണ്ട കേസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പലപ്പോഴും സ്പർശിക്കേണ്ടിയൊക്കെ വരുന്നുണ്ട്, തുടച്ചൊക്കെ വൃത്തിയാക്കുന്നതിന്. ഡോക്ടർ. എഗ്ഗ്, നമ്മൾ പറയാറുണ്ട് ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ഡോക്ടർ എവേ എന്ന് പറയാറുണ്ട് അല്ലേ? നമ്മൾ ദിവസം ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ഡോക്ടർ ഒഴിവാക്കാമെന്ന് പറഞ്ഞാൽ ആശുപത്രി പോകണ്ട. അത് ആ കാശ് എന്ത് ചെയ്താൽ മതി? ദിവസം ഒരു ആപ്പിളൊക്കെ മേടിച്ച് കഴിച്ചാൽ മതി. അതുപോലെയാണ് പറയുന്നത് എന്ത്? ഈറ്റ് ആൻ എഗ് എ ഡേ. ഒരു ദിവസം ഒരു മുട്ട കഴിക്കണം. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലേക്ക് ഒരു മുട്ട കഴിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. എന്ന് വെച്ച് വീട്ടിലിപ്പോൾ നിർബന്ധിച്ച് കളയരുത്. ഇപ്പോൾ പൈസയ്ക്കൊക്കെ വലിയ നീരൊക്കെയുള്ള സമയമാണ്. എന്നാലും പിന്നെ ആ പൈസ വരുന്നതിനനുസരിച്ച് ഇതൊക്കെ വീട്ടിൽ വാങ്ങിത്തരും. എന്നാലും അറിയുക, ഒരു മുട്ട ഒരു ദിവസം കുട്ടികൾ കഴിക്കുന്നത് അവരുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. അടുത്ത ഇയർ. ചെറിയ വാക്കുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതോ അപ്പുറത്തിരുന്നുകൊണ്ട് മഴ വരുന്നേ എന്ന് വിളിച്ചറിച്ച് ക്രോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫ്രോഗ്. എന്തൊരു എക്സാമ്പിളാണ്? കോൺക്രീറ്റ് നൗൺ എക്സാമ്പിൾ. അടുത്ത് പോകട്ടെ, ഞാനിങ്ങനെ വായിച്ചു പോകട്ടെ. ഇതിനെ ഫ്ലാഗ്, ഗേളാണെങ്കിൽ ബോയും അത് അക്കൂട്ടത്തിൽ ഉൾപ്പെടും. ഹെഡ്, ഹെയർ, കാണാം തൊടാം. ഹാറ്റ്, ഒരു തൊപ്പി. നൈഫ്, ഒരു പിച്ചാത്തി. ലയൺ, സിംഹം. ലിപ്പ്, നമ്മുടെ ചുണ്ട്. ബസ്സുണ്ട്, ടീച്ചറുണ്ട്, ആപ്പിളുണ്ട്, വാട്ടറുണ്ട്, ഹില്ലുണ്ട്, ബുക്കുണ്ട്. എല്ലാം ഇങ്ങനെ കാണുക. നമുക്ക് നമ്മുടെ സെൻസ് ഓർഗൻസ് കൊണ്ട് ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ബുക്കുണ്ട്, വോളുണ്ട്, ട്രീ ഉണ്ട്, ലീഫുണ്ട്, റിവർ, സീ, ലേക്ക്, സാൻഡ്,
എയർ, ബോൾ, ബലൂൺ, ഇഷ്ടമുള്ളൊരു സാധനം, ബെഡ്, സോറി അത് നമ്മൾ നേരത്തെ കേട്ടുവിടെ, ക്രോ, കാറ്റ്, കോഫി. അടുത്ത മദർ, നോസ്, ഓയിൽ, ഔൾ, പേപ്പർ, പൊട്ടാറ്റോ, പെൻ, റിംഗ്, റോഡ്, സോൾട്ട്, സോപ്പ്, ട്രെയിൻ, ടേബിൾ. ഞാനിങ്ങനെയൊക്കെ വായിച്ചു പോയി സ്പീഡിൽ, പക്ഷെ കുഴപ്പമില്ല. ഇതെല്ലാം നിങ്ങളുടെ സ്ക്രീനിൽ ഇതാ തെളിഞ്ഞു വരും. നിങ്ങൾക്കിതെല്ലാം സമയോചിതമായിട്ട് എഴുതിയെടുക്കാം. എല്ലാം എഴുതിയെടുത്ത് പഠിക്കണം. ഈ പറഞ്ഞതെല്ലാം എന്തിൻ്റെ എക്സാമ്പിൾസ് ആയിരുന്നു? കോൺക്രീറ്റ് നൗണിന് എക്സാമ്പിൾസ്. അപ്പോൾ ഒരു ഡിവിഷൻ നമ്മൾ ഏകദേശം കണ്ടു തീർത്തു. നമുക്ക് ചാടാം എവിടേക്ക്? രണ്ടാമത്തെ ഡിവിഷനിലേക്ക്. മൊത്തം നൗൺസ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാമെന്നാണ്. അപ്പോൾ കോൺക്രീറ്റ് കണ്ടു, കാണാനും തൊടാനും സ്പർശിക്കാനോ അതല്ലെങ്കിൽ രുചിച്ചോ മണത്തോ ഒക്കെ അറിയാൻ കഴിയുന്ന നൗൺസ്. നമ്മളിപ്പോൾ ഒന്ന് രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കാണാൻ കഴിയില്ല. സെൻസ് ഓർഗൻസിൻ്റെ സഹായത്തോടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത നൗൺസ് ദാറ്റ് കനോട്ട് ബി, നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്, ഇവിടെ നമ്മൾ പറയുന്നു കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സെൻസ് ഓർഗൻസ്. സെൻസ് ഓർഗൻസിൻ്റെ സഹായത്തോടെ തിരിച്ചറിയാൻ കഴിയാത്ത നൗൺസിനെ നമ്മൾ വിളിക്കും ആബ്സ്ട്രാക്റ്റ് നൗൺ. അങ്ങനെയുണ്ടോ? സെൻസ് ഓർഗൻസിൻ്റെ സഹായത്തോടെ തിരിച്ചറിയാൻ കഴിയാത്ത നൗൺസുകളുണ്ട്. കാണുമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയില്ലല്ലേ? അങ്ങനെ കാണും. അങ്ങനെ അനവധി. അതല്ലേ നമ്മൾ എന്ത് പറഞ്ഞത്? നൗണിന് നിർവചനം കൊടുത്തപ്പോഴേക്ക് പറഞ്ഞു നെയിം ഇറ്റ് റെഫേഴ്സ് ടു പേഴ്സൺസ്, പ്ലേസസ്, തിങ്സ് ആൻഡ് സോ ഓൺ എന്ന് പറഞ്ഞ് നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം അക്കൂട്ടത്തിൽ വരുന്നതാണ്. ഇതിലെ ഈ ആബ്സ്ട്രാക്റ്റ് നൗൺസ് ഒക്കെ അതിനകത്താണ് വരുന്നത്. അപ്പോൾ എന്തേ ആബ്സ്ട്രാക്റ്റ് നൗണൊരു നിർവചനം പറഞ്ഞത്? നൗൺസ് ദാറ്റ് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ്. നൗൺസ് ദാറ്റ് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് എന്തിൻ്റെ സഹായത്തോടെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസ് ഓർഗൻസ് ആർ കോൾഡ് ആബ്സ്ട്രാക്റ്റ് നൗൺസ്. ഇപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ അവിടെ നിന്ന് ഇരിക്കുന്ന ഒരു സത്യം ഇങ്ങ് എടുത്തുകൊണ്ട് പാടാം. അങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ? അത് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ട്രൂത്ത് അങ്ങനെ എടുക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ സെൻസ് ഓർഗൻസ് കൊണ്ടൊന്നും പറ്റില്ല. ട്രൂത്ത്, സത്യം. പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? നമ്മുടെ മനസ്സിന് കണ്ണുണ്ട്. നമ്മുടെ മനസ്സിന് കണ്ണുകളുണ്ട്, കാതുകളുണ്ട്, മൂക്കുണ്ട്, അതുപോലെ തന്നെ നാവുണ്ട്, അതുപോലെ തന്നെ സ്കിന്നുമുണ്ട്. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഓരോന്നിനെ അനുഭവിച്ചറിയും. അങ്ങനെ മനസ്സുകൊണ്ട് മാത്രം അനുഭവിച്ചറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന നൗൺസ്, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ആബ്സ്ട്രാക്റ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്യൂട്ടി, പെയിൻ, പ്ലഷർ, ഓണസ്റ്റി, സിൻസിരിറ്റി, പ്രാധാന്യം എന്ന് പറയുന്നത് അതൊരു നൗണാണ്. ഇമ്പോർട്ടൻസ്, നമുക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ തൊട്ട് കാണിക്കാൻ പറ്റുന്നതാണ് അല്ല. പക്ഷെ അത് നമുക്ക് മനസ്സുകൊണ്ട് അറിയാൻ പറ്റും. ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം. ശരിയല്ലേ? അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ഈ ആബ്സ്ട്രാക്റ്റ് നൗൺസിന് ഒരു ലിസ്റ്റ്. അപ്പോൾ മനസ്സിലായി, നമുക്ക് ഈ നേരിട്ടുള്ള സെൻസ് ഓർഗൻസ് എല്ലാം നമ്മുടെ മനസ്സിൻ്റെ സെൻസ് ഓർഗൻസ് കാണാൻ കഴിയുന്നത്. നൗൺസ് ദാറ്റ് ക്യാൻ ഓൺലി ബി ഫെൽറ്റ്, നമുക്ക് അനുഭവിച്ചറിയാനേ പറ്റുമോ അത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ നൗൺസ് ഞാനിങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എടുക്കട്ടെ. ആദ്യം നിങ്ങൾ ഈ നൗൺസ് കേൾക്കുന്നു, എന്നിട്ട് നമ്മൾ ഈ നൗൺസിനെ തരംതിരിക്കും. ഈ ആബ്സ്ട്രാക്റ്റ് നൗൺസിനെ വേണ്ടി നമ്മൾ തരംതിരിക്കും. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ നിർവചനത്തിനോടൊപ്പം സ്വല്പം ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതിന് എക്സാമ്പിൾസ് കേട്ട് നമുക്ക് മനസ്സിലാക്കാം. തുടങ്ങാം. ആങ്കർ നമുക്കറിയാവുന്ന സാധനമാണല്ലേ. വീട്ടിലെ കൂടെ നമ്മൾ കുരുത്തക്കേടാണല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ കാണിക്കുന്ന കുരുത്തക്കേടിന് കൂടെ എന്ത് കാണാൻ കഴിയും? അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ദേഷ്യം കാണാൻ കഴിയും. ചിലപ്പോൾ മുത്തച്ഛി ഉണ്ടെങ്കിൽ മുത്തശ്ശിക്കും ദേഷ്യമുണ്ട്. മുത്തശ്ശിയുടെ ദേഷ്യം എന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശി ദേഷ്യം തീർക്കുന്നു എന്ന് പറഞ്ഞത് ഒരു ഈർക്കിലെടുത്ത് അത് ഏഴായിട്ട് കയറി ഒരു കഷ്ണവും പിടിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ തൊലിഞ്ഞോൻ ചീറ്റും എന്ന് പറഞ്ഞ് നിൽക്കുന്ന മുത്തശ്ശി. ആ മുത്തച്ഛൻ ചില സമയത്ത് നമ്മളത്തെ ദേഷ്യം കാണിക്കും. പക്ഷേ സ്വാഭാവികമായിട്ട് നല്ലൊരു ഭാഗം സമയം മുത്തച്ഛന്മാരാണ് എന്ത് ചെയ്യുന്നത്? നമ്മളോട് സ്നേഹത്തിൽ അച്ഛനൊക്കെ വഴക്ക് പറയാൻ നിന്നാലും ശരി, എന്നടാ എന്തിനാണ് നിന്നെ ഞാൻ അങ്ങനെയാണോടാ വളർത്തിയത്, നിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, നിന്നോട് ഞാൻ അങ്ങനെ ദേഷ്യം കാണിച്ചില്ല, പിന്നെ നീ എന്താ നിൻ്റെ മക്കളോട് ദേഷ്യം കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ആങ്കർ അതൊരു ആബ്സ്ട്രാക്റ്റ് നൗൺ എക്സാമ്പിളാണ്. കിട്ടിയില്ലേ? അടുത്ത ഞാൻ നേരത്തെ നിങ്ങളോടല്ല വേറൊരു ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ കുറിച്ച് പറയുകയാണ്. ആ ലില്ലി ഉണ്ടല്ലേ, അതെന്ത് ആ പെണ്ണിന് എനിക്കിഷ്ടമല്ല, അവിടെ ഒരു സൗന്ദര്യമില്ല. ബ്യൂട്ടി. വേറൊരു പറയുന്ന ആ ക്ലാസ്സിൽ തന്നെ വേറൊരു ബിരുദം ഇരുന്ന് പറയുന്ന എനിക്ക് ലില്ലിയാണ് ഇഷ്ടം, എന്ത് സുന്ദരിയാണ്. അപ്പോൾ നമ്മുടെ മനസ്സാണ് അല്ലേ ഈ സൗന്ദര്യം ദർശിക്കുന്നത്. ബ്യൂട്ടി അതൊരു നൗണാണ്. ഏത് വിഭാഗത്തിൽ വരും?
ആബ്സ്ട്രാക്റ്റ് നൗൺ. ഓക്കെ, അടുത്തത് ഹിന്ദുക്കൾ അവരുടേതായ വിശ്വാസവുമായിട്ട് പോകുന്നു, ക്രിസ്ത്യൻസ് അവരുടേതായ വിശ്വാസമായിട്ട് പോകുന്നു, മുസ്ലിംസ് അവരുടെ, സിഖുകാർ അവരുടെ, പാഴ്സികൾ അവരുടെ, ജൈനന്മാർ അവരുടെ, അങ്ങനെ ഓരോ വിഭാഗക്കാരും അവരുടെ വിശ്വാസങ്ങളുമായിട്ട് പോകുന്നു. അപ്പോൾ വിശ്വാസം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ്. ആ വിശ്വാസം എന്ന വേർഡ് ഒരു നൗണാണ്. ഏത് പട്ടികയിൽ ഉൾപ്പെടുത്താം? ആബ്സ്ട്രാക്റ്റ് നൗൺ. റൈറ്റ്. അടുത്ത് സാറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഉണ്ടല്ലോ സാർ, ഒരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയാണ്, അതെ എനിക്കും അറിയാം ഒരു കുഴപ്പമുണ്ടായിരുന്നു. അത് കുറച്ച് പേരൊക്കെ ഒരു കംപ്ലൈൻറ്റിൻ്റെ രൂപത്തിലൊക്കെ പറഞ്ഞു. അതായത് ശബ്ദം ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു, ശബ്ദത്തിന് ക്ലാരിറ്റി കുറവായിരുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒത്തിരി പരാതികൾ കേട്ടായിരുന്നു. കുട്ടികളെ, ഇത് കേട്ടിരിക്കുന്ന ആൾക്കാർ, ഞാൻ പണ്ട് ജിയോ ഇറങ്ങുന്ന സമയത്ത് വാങ്ങിയ ഒരു മൊബൈൽ അതാണ് കയ്യിലുള്ളത്. പിന്നെ ഓൺലൈനിൽ നിന്ന് കുറഞ്ഞ ഒരു മൈക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. അതാണ് ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ രണ്ടിൻ്റെ സഹായത്തോടെ ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടൊന്ന് സംസാരിക്കുന്നതിന് വേണ്ടുന്ന ഒരുക്കം നടത്തിയത് ഞാൻ തന്നെയാണ്. ഇതിനെ ഇനി ഒന്ന് സ്വല്പം എഡിറ്റ് ചെയ്യാൻ 1.5 മാസം എടുത്ത് ഞാൻ ഈ എഡിറ്റിങ് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ട്. ഇനി ഇതിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇതിനകത്ത് ബാക്കിയെല്ലാം ചേർത്ത് തരണ്ടേ. ഞാനിപ്പോൾ ഈ പറയുന്നതൊന്നും ഇപ്പോഴില്ല, ഈ പറയുന്ന സമയത്ത് ഇനി ഇതെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ അതെല്ലാം ചെയ്ത് ഇത് റെഡിയാക്കി നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ പരിമിതിയുണ്ട്. ഇത്രയും സംവിധാനങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാനതിൻ്റെ ശബ്ദം കൂട്ടുന്നതിനുള്ള, ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ഉറക്കെയാണ് സംസാരിക്കുന്നത്, കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇരുന്നാണ് ക്ലാസ് എടുത്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പാളിച്ചയായിരിക്കാം. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നിപ്പോൾ നിന്നാണ് നിങ്ങളുടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ കുറേ കൂടെ ശബ്ദം പുറത്ത് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് കൂടുതൽ ഓഡിബിൾ ആയിരിക്കും. ആ പരാതി ഇനി ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. മനസ്സിലാക്കുക, ഇതാ അതിൻ്റെ സത്യാവസ്ഥ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, സാറിൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് ക്ലാരിറ്റി അത് നമ്മുടെ മനസ്സാണ് കാണുന്നത് അല്ലേ, അതിൻ്റെ വ്യക്തത. എനിക്ക് വ്യക്തമാണ്, വേറൊരാൾക്കത് വ്യക്തമല്ല. പലപ്പോഴും ഇങ്ങനെയല്ലേ? സാറ് പറഞ്ഞ് എനിക്ക് മനസ്സിലായി സാർ, എനിക്കത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, പക്ഷെ വേറെ കുട്ടിയിരുന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ വ്യക്തത എന്ന് പറയുന്നത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, ശരിയല്ലേ? അപ്പോൾ അത് ഏതിൽ നിൽക്കും? ആ നൗൺ ആബ്സ്ട്രാക്റ്റ് നൗണിൽ നിൽക്കും. ഇനി ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു പോട്ടെ. ഡിലേ, ഡ്രീം, സ്വപ്നം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർക്ക് അവരുടേതായ ലോകത്തല്ലേ. യെസ്, ഡ്രീം. ഫെയ്ത്ത്, വിശ്വാസം. ഗോൾ, ലക്ഷ്യം. ഹോപ്പ്, HOP, ഹോപ്പ്, പ്രതീക്ഷ. ഐഡിയ, ആശയം. ജോയ്, സന്തോഷം. ലൈഫ്, ജീവിതം. ലവ്, സ്നേഹം. പെയിൻ, പീസ്. സ്ലീപ്പ്, സോറോ. ട്രസ്റ്റ്, വിശ്വാസം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം, വെറുതെ ഒന്നുകൂടെ കേൾക്കുന്ന. ആങ്കർ, എല്ലാം ഈ സ്ക്രീനിൽ ഇങ്ങനെ വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. ആങ്കർ. അടുത്തത് ബ്യൂട്ടി, ബിലീഫ്, ക്ലാരിറ്റി. ഡിഫീറ്റ്, പരാജയം. ഒരു പരാജയം ഇങ്ങെടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ പറ്റുന്നതല്ല അല്ലേ? അപ്പോൾ അത് ആബ്സ്ട്രാക്റ്റ് നൗണാണേ. ഡിലേ, ഡ്രീം, ഫെയ്ത്ത്, FAITH, വിശ്വാസം. ഗോൾ, ലക്ഷ്യം, GOAL, ഗോൾ. വേറൊരു ഗോളുണ്ട് പിന്നീട്, ഇപ്പോൾ തൽക്കാലത്തേക്ക് അതൊരു മോശമാക്കാണ്, അതുകൊണ്ട് വേണ്ട. നമുക്കൊന്നും അവിടെയൊന്നും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അവിടെ പോകാൻ. ഹോപ്പ്, പ്രതീക്ഷ. ഐഡിയ, ആശയം. ജോയ്, ലൈഫ്, ലവ്, പെയിൻ, പീസ്, സ്ലീപ്പ്, സോറോ, ട്രസ്റ്റ്. അപ്പം ഞാൻ ഇത്രയും എക്സാമ്പിൾസ് നിങ്ങൾക്കിങ്ങനെ വെറുതെ വായിച്ചു തന്നു. ഞാൻ തിരിച്ച് നിങ്ങളോട് ഒരു ചോദ്യം ഇടുകയാണ്, നിങ്ങളാണ് ആൻസർ ചെയ്യേണ്ടത്. ശരി. ആദ്യം, നെയിം ഓഫ് നൗൺസ് ദാറ്റ് ആർ നോട്ട് കോൺക്രീറ്റ്. നെയിം ഓഫ് നൗൺസ് ദാറ്റ് ആർ നോട്ട് കോൺക്രീറ്റ്. കോൺക്രീറ്റ് അല്ലാത്ത നൗൺസിൻ്റെ പേര്. ആബ്സ്ട്രാക്റ്റ് നൗൺസ്. കോൺക്രീറ്റ് അല്ലാത്തതെല്ലാം ആകെ 2 ഡിവിഷനല്ലേ ഉള്ളൂ. അപ്പോൾ കോൺക്രീറ്റ് അല്ലാത്തതെല്ലാം ആബ്സ്ട്രാക്റ്റിൽ. വീണ്ടും ചോദിക്കട്ടെ, ഫിസിക്കൽ സെൻസസ് കനോട്ട് ഡിറ്റക്റ്റ് ഡാഷ്. ഫിസിക്കൽ സെൻസസ് മീൻസ് സെൻസ് ഓർഗൻസ് കനോട്ട് ഡിറ്റക്റ്റ് ചെയ്യുക, തിരിച്ചറിയുക, ഐഡൻറ്റിഫൈ ചെയ്യുക. കനോട്ട് ഡിറ്റക്റ്റ് ഡാഷ്. എന്തിനാ തിരിച്ചറിയാൻ കഴിയാത്ത? ആബ്സ്ട്രാക്റ്റ് നൗൺസ്, ശരിയല്ലേ? അടുത്തത്, we cannot see it, smell it, taste it, hear it, or even touch it. What is it? What is that it? ആ ഇറ്റ് എന്താണ്? ഒന്നുകൂടെ തന്നെ. വി കനോട്ട് സീ ഇറ്റ്, അതിനെ കാണാൻ കഴിയില്ല, അതിനെ മണത്തറിയാൻ കഴിയില്ല, രുചിച്ചറിയാൻ കഴിയില്ല, അതിനെ നമുക്ക് കേട്ടറിയാൻ കഴിയില്ല, സ്പർശിച്ചും അറിയാൻ കഴിയില്ല.
ആബ്സ്ട്രാക്റ്റ് നൗൺ, റൈറ്റ്? ഓക്കെ, അടുത്ത ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ഈസ് എൻ ആബ്സ്ട്രാക്റ്റ് നൗൺ? വാട്ട് ഈസ് എൻ ആബ്സ്ട്രാക്റ്റ് നൗൺ? നമുക്ക് നേരത്തെ പറഞ്ഞ ആ നിർവചനം എടുക്കാം. എ നൗൺ ദാറ്റ് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസ് ഓർഗൻസ്, അങ്ങനെ കൊടുക്കാം. ഇനി മറ്റൊരു നിർവചനം പോലെ തരികയാണ്, ശ്രദ്ധിച്ച് കേൾക്കുന്ന കുറേ വാക്കുകൾ അതിനകത്തുണ്ട്. വാട്ട് ഈസ് എൻ ആബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് ചോദിച്ചാൽ, ആബ്സ്ട്രാക്റ്റ് നൗൺ റെഫേഴ്സ് ടു എ ക്വാളിറ്റി, ഒരു ക്വാളിറ്റിയെ റെഫർ ചെയ്യുന്ന, സൂചിപ്പിക്കുന്നത്, ഒരു സ്റ്റേറ്റ്, ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നത്, ഒരു ഇമോഷൻ, ഒരു വികാരത്തെ സൂചിപ്പിക്കുന്നത്, ഒരു കൺസെപ്റ്റ്, ഒരു ആശയം, ഒരു ആശയത്തെ സൂചിപ്പിക്കുന്നത്, ഒരു ഐഡിയയെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇവൻ്റ്, ഏതോ ഒരു ഇവൻ്റ് മീൻസ് ഒരു സംഭവം, ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നത്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ആബ്സ്ട്രാക്റ്റ് നൗൺ. അപ്പോൾ ആബ്സ്ട്രാക്റ്റ് നൗൺ എന്തെന്നാണ് പറഞ്ഞത്? ഇറ്റ് റെഫേഴ്സ് ടു എ ക്വാളിറ്റി, a state, an emotion, a concept, an idea, or an event. വേണമെങ്കിൽ ഈ ഓറങ്ങ് എടുത്തുകളെ. ആൻ ഇവൻറ്റ് നമ്മൾ നേരത്തെ നൗണിൻ്റെ നിർവചനം കൊടുത്തു, ആൻഡ് സോ ഓൺ. അപ്പോൾ അത് അങ്ങനെ ഇങ്ങനെ നിൽക്കും. അഥവാ നമുക്ക് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും വിട്ടുപോയി, ആൻഡ് സോ ഓൺ. ഇതാണ് എന്ത്? ആബ്സ്ട്രാക്റ്റ് നൗൺസ്. അപ്പോൾ ആബ്സ്ട്രാക്റ്റ് നൗൺസിന് ഞാൻ കുറേ ഉദാഹരണങ്ങൾ തന്നു. ഇപ്പം ഞാൻ ആബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുന്നതിനൊരു അങ്ങനെ ഒരു നിർവചനം തന്നായിരുന്നു. എന്തിനെ കാണിക്കുന്ന? ഒരു ക്വാളിറ്റിയെ കാണിക്കുന്ന, അവസ്ഥയെ കാണിക്കുന്ന, ഇമോഷൻസ്, വികാരങ്ങളെ കാണിക്കുന്ന, ഒരു കൺസെപ്റ്റ്, ഒരു ആശയത്തെ കാണിക്കുന്ന, ഒരു ഐഡിയ, അതും ആശയം എന്ന് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ ഒരു ഇവൻ്റ്, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന നൗൺസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന്. ഇനി ഈ ഓരോ, ഇപ്പം ഞാൻ പറഞ്ഞ ക്വാളിറ്റി, സ്റ്റേറ്റ്, അത് ഓരോന്നിൻ്റെയും കീഴിൽ, ആ ഓരോ ടൈറ്റിലിൻ്റെ കീഴിൽ നമുക്ക് ആബ്സ്ട്രാക്റ്റ് നൗൺസിനൊന്ന് കേട്ടു നോക്കാം. അതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം ഫീലിങ്സ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഫീലിങ്സ്, ആ ഹെഡിങ്ങിന് കീഴിൽ വരുന്ന ആബ്സ്ട്രാക്റ്റ് നൗൺസ് ഒരു 3-4 ഭയം, അതൊരു ഫീലിംഗ് അല്ലേ? ഫിയർ, ഭയം, അതൊരു ഫീലിംഗ് ആണ്, അതൊരു നൗണുമാണ്. അത് നമ്മൾ ഈ പുറമേയുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല, അത് നമ്മുടെ ഉള്ളുകൊണ്ടാണ് അറിയുന്നത്. ഭയം, എനിക്ക് ഭയമുള്ളത് വേറെ ആൾ ഭയമാണെന്നൊന്നുമില്ല, അല്ലേ? ശരിയല്ലേ? ഫിയർ, പെയിൻ, പ്ലഷർ, സ്ട്രെസ്. ചിലപ്പോൾ ഇപ്പോഴൊക്കെ വീട്ടിലൊക്കെ പറയാറുണ്ട്, എന്ത് വല്ലാത്ത സ്ട്രെസ്, ഏത് COVID-19, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, പലരുമൊക്കെ പലതരത്തിലുള്ള പിരിമുറുക്കം അനുഭവിക്കുകയാണ്. അപ്പോൾ സ്ട്രെസ്, പിരിമുറുക്കം, അതൊക്കെ എന്ത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്, അല്ലേ? അപ്പോൾ ആ മനസ്സിൻ്റെ അവസ്ഥയാണ്, അതിനെ നമുക്ക് ഏതിലും ഉൾപ്പെടുത്താൻ പറ്റുന്നുള്ളൂ. ആബ്സ്ട്രാക്റ്റ് നൗൺ പട്ടികയിൽ പറ്റും. അപ്പോൾ സ്ട്രെസ്സും എന്ത് തന്നെയാണ്? ഒരു ആബ്സ്ട്രാക്റ്റ് നൗണാണ്. ഫ്രീഡം, അപ്പോൾ നമ്മൾ പോകുന്നു അടുത്ത സ്റ്റേറ്റ്, അവസ്ഥയിലേക്ക് പോവുകയാണ്. ആ അവസ്ഥയുടെ കീഴിൽ വരുന്ന നൗൺസ് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നല്ല സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരവസ്ഥയിലിരിക്കുകയാണ്. ഫ്രീഡം, സ്വാതന്ത്ര്യം. ലിബർട്ടി, സ്വാതന്ത്ര്യം. ലക്ഷറി, നല്ല ആഡംബരം. മറ്റൊന്ന് പീസ്, മനസ്സമാധാനം. ഇതൊക്കെ നമ്മളുടെ മാനസിക അവസ്ഥകളാണ്. അടുത്ത് പോകുന്നു ഇമോഷൻസിൻ്റെ ലോകത്തേക്ക്. അതിന് കുറച്ച് എക്സാമ്പിൾസ്. ഇമോഷൻസ്, ശക്തമായ വികാരങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ആങ്കർ, ഹാപ്പിനെസ്, ജോയ്, ലവ്, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? നമ്മുടെ ഇമോഷൻസിൽ. ഏതൊക്കെയാണ്? ദേഷ്യമുണ്ട്, സന്തോഷമുണ്ട്, അതുപോലെ തന്നെ ജോയ്, അതും സന്തോഷം എന്നുള്ള വാക്ക് തന്നെയാണ്. അടുത്ത ലവ്, സ്നേഹം എന്നുള്ളത്, അതുപോലെ സോറോ, ദുഃഖം, ഇതൊക്കെ നമ്മുടെ ഇമോഷൻസിൽ വരുന്നത്. ഇനി നമ്മൾ ക്വാളിറ്റീസ് എടുത്താൽ, ആ ക്വാളിറ്റീസിൽ നമ്മുടെ ഗുണങ്ങൾ എടുത്ത് നോക്കിയാൽ, നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ചില ക്വാളിറ്റീസ് ഉണ്ടല്ലേ, ആ ഗുണങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട ആബ്സ്ട്രാക്റ്റ് നൗൺസ് ഒരു 4 അതായത് വരുന്നത് ബ്യൂട്ടി. വേറൊരാൾ നമ്മൾ കാണുന്നു കറേജ്. വേറൊരാൾ നമ്മൾ പറഞ്ഞു വെരി ഓണസ്റ്റി. ഓണസ്റ്റ് വേറെയാണ്, ഓണസ്റ്റി അത് നമ്മൾ പിന്നീട് പഠിക്കും. ഓണസ്റ്റി, ട്രസ്റ്റ്, വിശ്വാസം, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? നമ്മുടെ ഓരോ ക്വാളിറ്റീസിൽ വരുന്നതാണ്. ഏതാ? ബ്യൂട്ടി, കറേജ്, ഓണസ്റ്റി, ട്രസ്റ്റ്. അടുത്ത് പോകുന്ന നമ്മുടെ കൺസെപ്റ്റ്സ്, ആശയങ്ങൾ. കംഫേർട്ട്, കൾച്ചർ, ഇത് നമ്മുടെ ആശയപരമാണ്. നമ്മുടെ ഇത് അതാ ചൈനക്കാർ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ അതിർത്തി പ്രദേശത്ത് അതവരുടെ സംസ്കാരമാണ്. നമ്മൾ പറയാറുണ്ട് അതവരുടെ സംസ്കാരമാണ്. കൾച്ചർ,
എനർജി, നമ്മൾ ഏതിലായിരിക്കുന്ന കൺസെപ്റ്റല്ല, നമ്മുടെ ആശയങ്ങളിൽ നിൽക്കുന്ന എനർജി. ഒരു 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 പെപ്സിയൊക്കെ കഴിച്ചിട്ട് ഒരുത്തൻ മറ്റോ ഞാൻ ഇന്ന് പെപ്സിയൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് നിന്നെ ഇടിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. അവനൊരു എന്ത് കിട്ടിയതുപോലെ, ഒരു എനർജി കിട്ടിയതുപോലെ, മനസ്സിൻ്റെ ഒരു തോന്നലാണല്ലേ എനർജി. ഫെയിലുവർ, പരാജയം. ഫെയ്ത്ത്, വിശ്വാസം. ഇങ്ങനെ പോകുന്നു. അത് കൺസെപ്റ്റ്സിൻ്റെ ആ ഹെഡിൽ ഞാനിങ്ങനെ നിരത്തിയിട്ടു. അടുത്തത് ഐഡിയാസ്, ബിലീഫ്. ഇത് ഇങ്ങനെ ഞാൻ തരംതിരിക്കുമ്പോഴേ ഇത് കേട്ടൊന്നും പേടിക്കാതെ ഇതെല്ലാം നിങ്ങൾ ഒരു കാറ്റഗറിയിലും ഇട്ടാൽ മതി. കൊച്ചുകുട്ടികളെ ഇതെല്ലാം കൂടെ ഒരു കാറ്റഗറിയിൽ എന്ത് ആബ്സ്ട്രാക്റ്റ് നൗൺസ്. പിന്നെ അതിനെ ഞാൻ സ്വല്പം ഒന്ന് വ്യക്തമാക്കി തരുന്നു എന്ന് മാത്രം. ഐഡിയാസിൻ്റെ തലക്കെട്ടിൽ ഇങ്ങനെ ഇടുന്നു: ബിലീഫ്, വിശ്വാസം, ഫ്രണ്ട്ഷിപ്പ്, നോളജ്, വിസ്ഡം. ഒന്നുകൂടെ, വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, വിശ്വാസം അതൊരു ആബ്സ്ട്രാക്റ്റ് നൗൺ. ഫ്രണ്ട്ഷിപ്പ്, നോളജ്, വിസ്ഡം, ഇതൊക്കെ ഐഡിയാസിൻ്റെ. ഇനി ഇവൻറ്റ്സ് എടുക്കാം, സംഭവങ്ങൾ. ഇപ്പോൾ വിവാഹമെന്നോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ എന്നോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എന്നോ ബോയ്ഹുഡ് എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ നമ്മുടെ ഓരോ ഇവൻറ്റുകളാണ് നമ്മുടെ ജീവിതത്തിലെ, അല്ലേ? ജനനം, മരണം, ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവൻറ്റ്സ് എടുത്താൽ ചൈൽഡ്ഹുഡ് പോലെ തന്നെ ബോയ്ഹുഡ് എടുക്കാൻ പറ്റുന്നത്. ഇനി ബർത്ത് എടുക്കാം, ഡെത്ത് എടുക്കാം, അതുപോലെ ഒരു മാരേജ് എടുക്കാം. ഇതൊക്കെ ഏതിൽ നിൽക്കുന്നതാണ്? ഇതൊക്കെ നമ്മുടെ ഇവൻറ്റ്സിൻ്റെ പട്ടികയിൽ നിൽക്കുന്നതാണ്. സോ മാരേജ്, ലൈഫ്, ബർത്ത്, ഡെത്ത്, ചൈൽഡ്ഹുഡ്. അപ്പോൾ നമ്മൾ ഏകദേശം വൈൻഡ് ചെയ്യേണ്ട സമയമായെന്ന് തോന്നുന്നല്ലേ. കോൺക്രീറ്റ് നൗൺസ് എന്തെന്ന് കണ്ടു. നമുക്കൊന്നുകൂടെ വെറുതെ നൗൺസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു? രണ്ടായിട്ട്. ഏതൊക്കെയാണ്? കോൺക്രീറ്റ് ആൻഡ് ആബ്സ്ട്രാക്റ്റ്. കോൺക്രീറ്റ് നൗൺസ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, എ നൗൺ വിച്ച് വി ക്യാൻ ഐഡൻറ്റിഫൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസ് ഓർഗൻസ്. എക്സാമ്പിൾ ചോദിച്ചാൽ പെൻ, പെൻസിൽ, ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു നേരെ അങ്ങ് പറയാം. അടുത്ത് നമുക്ക് പോകാം. ഏത്? ആബ്സ്ട്രാക്റ്റ് നൗൺ, എ നൗൺ വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസ് ഓർഗൻസ്. അതെന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്? ഇറ്റ് റെഫേഴ്സ് ടു ഐഡിയ, ഫീലിങ്സ്, ഇമോഷൻസ്, ഇവൻറ്റ്സ്, അല്ലേ? അങ്ങനെ പോകുന്നത്. അതിനാണ് നമ്മൾ എന്ത് പേരിട്ടത്? ആബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന് പേരിട്ടത്. അതിനെല്ലാം എക്സാമ്പിൾസും ഉണ്ട്. അപ്പോൾ കുട്ടികൾ ഇതെല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കണം, കൃത്യമായിട്ട് പഠിച്ച് റെഡിയാകണം. ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോൾ കൊറോണ കാലഘട്ടമായതുകൊണ്ട് തന്നെ സ്കൂളിലൊന്നും പോകുന്നില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു 2 എപ്പിസോഡ് വീതം നിങ്ങൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കാം. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പാഠഭാഗങ്ങളും മറ്റുമൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരുങ്ങേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അത്രയും കൂടുതൽ സമയം ഇതിന് വേണ്ടി വിനിയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന സമയം നമുക്ക് കൂടുതൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു ഉപദേശമുള്ളത് ഇതാണ്: സ്വാർത്ഥരാകരുത്. എത്ര പേർക്ക് ഷെയർ ചെയ്യാം? നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, നമ്മൾ ഈ അറിവ് നമ്മൾ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ 1975 ഈ അധ്യാപകൻ്റെ വേഷം ഇട്ടത്. അന്ന് മുതൽ ഞാനിങ്ങനെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് എൻ്റെ അറിവ് ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ ആലോചിച്ചു, വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന കാലം, ഞാനൊരു 1-2 സ്ഥാപനങ്ങളിലൊക്കെ പോയി പഠിപ്പിക്കുന്ന ആളാണ് ഇപ്പോഴ്. റിട്ടയർമെൻ്റ് ലൈഫിൽ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അസുഖക്കാരനായിത്തീരും. അപ്പോൾ അതുമല്ല, എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് കൂടെയാണ് ടീച്ചിങ്. അപ്പോൾ ഇങ്ങനെ പോയി പക്ഷേ ഇപ്പോൾ അത് കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ സമയം കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗ്രാമർ ആ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ഇത് എത്ര പേരിൽ എത്തിക്കാൻ കഴിയും അത്രയും പേരിൽ എത്തിക്കുക. അത് മാത്രമേ ഉള്ളൂ ഒരു റിക്വസ്റ്റ്. എത്രത്തോളം ഭംഗിയായിട്ട്, എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകും ആ രീതിയിൽ ക്ലാസ് തരുന്നതാണ്. അത് ഏതുവരെ കൊണ്ടുപോകാൻ പറ്റും അത്രയും ദൂരം വരെ ഞാൻ നിങ്ങളെ കൊണ്ട് എത്തിക്കുകയും ചെയ്യും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. സോ see you in the next episode. Till then, bye. Take care. മറക്കരുത്, വെയർ മാസ്ക്. ഇപ്പോൾ വീട്ടിനകത്തും പറ്റുമെങ്കിൽ മാസ്ക് അണിഞ്ഞു നിൽക്കുക. കാരണം അത്രയ്ക്ക് അപകടകാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഓരോ ദിവസം കഴിയും തോറും വഷളാകുകയാണ്. കീപ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. അതുപോലെ വാഷ് യുവർ ഹാൻഡ്സ് എവറി ഹാഫ് ആൻ അവർ. ഓരോ അരമണിക്കൂറിലും കൈ കഴുകണം സോപ്പിട്ട്. അതെല്ലാം കൃത്യമായിട്ട് പാലിക്കണം. ശരി, നമ്മൾ വീണ്ടും കാണുന്നു. ബൈ.